തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ എഴുതിയ മനോഹരമായ ഒരു ചാക്രിക ലേഖനം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. ആ ലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായം ഒരു കവിത പോലെ മനോഹരമാണ്. സ്നേഹം സ്നേഹത്തെ തേടുന്നു എന്നാണ് അധ്യായത്തിൻ്റെ തലക്കെട്ട് പോലും. ഈശോ തൻ്റെ തിരുഹൃദയത്തിൻ്റെ അത്യപൂർവമായ ദർശനം വിശുദ്ധ മരിയ മർഗരിത്തയ്ക്ക് നൽകിയതിൻ്റെ 1673 മഹാസംഭവം. അതിൻ്റെ 350-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പാപ്പ ഈ ചാക്രിക ലേഖനം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ആ ലേഖനത്തിൻ്റെ സ്വഭാവം മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അളവറ്റ സ്നേഹത്തിൻ്റെ അനുഭവമായ സൗന്ദര്യത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഈശോയുടെ ഹൃദയത്തിൽ തുടിക്കുന്ന മനുഷ്യമക്കളോടുള്ള അനന്തമായ നിരന്തരമായ സ്നേഹത്തിൻ്റെ ആഴത്തെ അടയാളപ്പെടുത്തുകയാണ് ആ ചാക്രിക ലേഖനത്തിലെ ഓരോ വരികളും. പ്രത്യേകിച്ച് അവസാനത്തെ അധ്യായം, സ്നേഹം സ്നേഹത്തെ തേടുന്നു. ഒരു ഉദാഹരണത്തോടെയാണ് പാപ്പ ആ ചാക്രിക ലേഖനത്തിലെ അവസാനത്തെ അധ്യായത്തെ ഉപസംഹരിക്കുന്നത്. ചിത്രശലഭം തേൻ നുകരാനായി വിവിധ പൂക്കളെ, പല വർണ്ണത്തിൽ വലിപ്പത്തിലുള്ള പൂക്കളെ സമീപിക്കും. ചില പൂക്കളിൽ ചെന്നിരിക്കുമ്പോഴാണ് അതിന് മനസ്സിലാകുന്നത് അതിനകത്ത് തേനൊന്നുമില്ല. കാണുന്ന ആകർഷണീയത യഥാർത്ഥത്തിൽ അതിനില്ല. ചെന്നിരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് തേൻ ഇല്ലാത്ത, തേൻ സമ്മാനിക്കാത്ത ഒരു പൂവാണത്, ചില കടലാസ് പൂക്കൾ പോലെ. ഇവിടെ സഹോദരങ്ങളെ, ഈശോ അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ തിരസ്കരണം ഇതുപോലെ തന്നെയാണ്. എനിക്ക് ദാഹിക്കുന്നു എന്ന അവിടുത്തെ കുരിശിലെ വിലാപം തൻ്റെ പ്രിയപ്പെട്ട മക്കളാൽ പൂർത്തീകരിക്കപ്പെടാതെ പോകുന്നതിൻ്റെ ഒരു തിരസ്കൃതമായ സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ ഈശോയുടെ ആ വിലാപത്തിൽ വളരെ വ്യക്തമാണ്. ഈ സ്നേഹം എങ്ങനെയാണ് പൂർത്തിയാക്കപ്പെടേണ്ടത്, പൂർണ്ണമാക്കപ്പെടേണ്ടതെന്ന് ഈശോ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. 1 യോഹന്നാൻ 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കപ്പെടുന്നത് പോലെ സഹോദരനെ സ്നേഹിക്കുന്നവൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അതേ ലേഖനത്തിൽ 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ യോഹന്നാൻ ഒന്നുകൂടി വ്യക്തമായി പറയുന്നു, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുക? അപ്പോൾ സ്നേഹത്തിൻ്റെ പൂർത്തീകരണം പരസ്നേഹത്തിലാണ് എന്ന വലിയ സത്യത്തെ സുവിശേഷങ്ങൾ മുഴുവൻ, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം വ്യക്തമായി അടയാളപ്പെടുത്തുന്നുണ്ട്. കുരിശിലെ വിലാപം ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ പ്രതിസ്നേഹം കൊണ്ട് ആ വലിയ സ്നേഹത്തിനുള്ള നന്ദി പ്രകാശിപ്പിക്കുവാൻ, അത് പരസ്നേഹത്തിലൂടെ നിരന്തരം പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അപ്രകാരം തിരുഹൃദയ തണലിൽ വിടരുന്ന യഥാർത്ഥ പനിനീർപ്പൂക്കളാകാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ.